പാർട്ടി വിട്ട് പുതിയ രാഷ്ട്രീയ സംഘടന രൂപീകരിക്കുമെന്ന അഭ്യൂഹം ശക്തമായിരിക്കെ ബി.ജെ.പി തമിഴ്നാട് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ ഇന്ന് ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അണ്ണാ DMKയുമായി സഖ്യം തുടരുന്നതിന് നേരത്തെ ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മുതൽ പാർട്ടി നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് അണ്ണാമലൈ. പുതിയ പാർട്ടിയോ വോളണ്ടിയർ കൂട്ടായ്മയോ രൂപീകരിക്കാനുള്ള നീക്കത്തിലെന്നാണ് സൂചന. അതേസമയം പാർട്ടി നേതൃസ്ഥാനത്തേക്ക് തിരികെ വരാനുള്ള തന്ത്രമാണിതെന്നും തമിഴ്നാട്ടിൽ ചില വ്യാഖ്യാനങ്ങളുണ്ട്. വിനോദ് ചേരിയാണ്. വിനോദ്, കോയമ്പത്തൂരിലൊക്കെ കൂറ്റൻ ഫ്ലക്സുകൾ നിരന്നു കഴിഞ്ഞു. അണ്ണാമലയെ പിന്തുണച്ചുകൊണ്ട് വലിയ അനുയായി വൃന്ദമുള്ള ആളാണ്. നമുക്കറിയാം ബി.ജെ.പിയുടെ ദക്ഷിണേന്ത്യയിലെ ഒരു ക്രൗഡ് പുള്ളറാണ്. അണ്ണാമല എവിടെ വന്നാലും ജനം കൂടും. അണ്ണാമലയുടെ പ്രസംഗം കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ കൂടും. ആ അണ്ണാമലയാണ് ഇപ്പോൾ പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്നത്. കോംപ്രമൈസിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ, അതോ ഈ പറഞ്ഞതുപോലെ അണ്ണാമലൈ പാർട്ടി തലപ്പത്തെത്താനുള്ള ഒരു ശ്രമം കൂടി നടത്തുകയാണോ? രഞ്ജിത്ത്, തീർച്ചയായും ഒരുപക്ഷെ TVKയും വിജയും വരുന്നതിന് മുൻപ് ബി.ജെ.പിക്ക് വലിയ വേരോട്ടമില്ലെങ്കിൽ പോലും വ്യക്തിഗതമായി അണ്ണാമലൈ ഒരു ക്രൗഡ് പുള്ളറായിരുന്നു. വലിയ ജനശ്രദ്ധ നേടാൻ കഴിഞ്ഞ ഒരു നേതാവാണ്. ഒരുപക്ഷെ ഉദയനിധി സ്റ്റാലിനെയൊക്കെ കാളും യുവാക്കൾക്കിടയിൽ വലിയ പ്രാമുഖ്യം നേടിയെടുക്കാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ TVKയുടെ വരവോടുകൂടി അണ്ണാമലയുടെ പ്രാധാന്യം അസ്തമിക്കുന്നു. അതിനു മുൻപ് തന്നെ അണ്ണാമലൈ ഈ ബി.ജെ.പി അധ്യക്ഷ പദവി സ്ഥാനത്ത് നിന്ന് മാറേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. അത് ADMKയുമായുള്ള സഖ്യം തുടരുന്നതിന് വേണ്ടി ബി.ജെ.പി കേന്ദ്ര നേതൃത്വം അണ്ണാമലയെ ഒഴിവാക്കിയതാണ്. അതായത് ഘട്ടം ഘട്ടമായി അണ്ണാമലയുടെ ഗ്രാഫ് തമിഴ്നാട്ടിൽ കുറയുന്ന അല്ലെങ്കിൽ താഴുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അവിടെ നിന്നാണ് മറ്റൊരു നീക്കവുമായി ഇപ്പോൾ അണ്ണാമലൈ മുന്നോട്ട് പോകുന്നത്. മക്കൾ ശക്തി എന്നൊരു പുതിയ പാർട്ടി അണ്ണാമലൈ രൂപീകരിച്ചേക്കുമെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അണ്ണാമലൈ ഇപ്പോൾ ഡൽഹിയിൽ തുടരുകയാണ്. ബി.ജെ.പി കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഒരുപക്ഷേ അണ്ണാമലൈ ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒന്നുകൂടി ശക്തനാകുന്നതിന് വേണ്ടി നടത്തുന്ന സമ്മർദ്ദ തന്ത്രങ്ങളാണോ ഇപ്പോഴത്തെ നീക്കങ്ങളെന്ന് ഒരു വിഭാഗം കരുതുന്നുണ്ട്. ആ തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. ഏതായിരുന്നാലും TVK വലിയ നേട്ടമുണ്ടാക്കും, ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി മുന്നോട്ട് വരുമെന്ന് നേരത്തെ പ്രവചിച്ച ആളുകളിൽ ഒരാളാണ് അണ്ണാമലൈ. മാത്രമല്ല വിജയ്ക്ക് ചില പ്രതിസന്ധികളൊക്കെ നേരത്തെ റെയ്ഡുമായി ബന്ധപ്പെട്ടൊക്കെ വന്നപ്പോഴും DMK സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചില എതിർപ്പുകൾ നേരിടേണ്ടി വന്നപ്പോഴും ഒക്കെ തന്നെ അണ്ണാമലൈ ഒപ്പം നിന്നു, അല്ലെങ്കിൽ ഒരു പിന്തുണ വിജയ്ക്ക് നൽകി എന്നതൊക്കെ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അപ്പോൾ ബി.ജെ.പി ഒരുപക്ഷെ ബി.ജെ.പിയിലേക്ക് പോയേക്കും, അതിന് പാലമായി അണ്ണാമലൈ മാറിയേക്കും എന്നൊക്കെയുള്ള രാഷ്ട്രീയ വിലയിരുത്തലുണ്ടായിരുന്നു. സർക്കാർ രൂപീകരണ സമയത്ത് പോലും ആ തരത്തിലുള്ള ബി.ജെ.പിയുടെ അവർക്ക് ഒരു അംഗം മാത്രമാണ് ഉള്ളതെങ്കിൽ പോലും ബി.ജെ.പിയുടെയൊക്കെ ഒരു പിന്തുണ ഒരുപക്ഷെ വിജയ് തേടിയേക്കും എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. കോൺഗ്രസുമായി വിജയ് അടുക്കുകയാണ് ചെയ്തത്. അണ്ണാമലയുടെ അടുത്ത നീക്കം എന്തെന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ADMKയുമായി തെറ്റിവന്ന നേതാവാണ്. DMKയുമായി അങ്ങനെ അങ്ങ് അടുക്കാൻ കഴിയില്ല. വിജയുമായി സഖ്യത്തിനുള്ള സാധ്യതയുമില്ല. അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുകയും ചെയ്തു. പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് എന്ത് പ്രസക്തി എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അവിടെയാണ് ഇങ്ങനെ ഒരു നീക്കം ഒരുപക്ഷെ രാഷ്ട്രീയ പാർട്ടിയായി രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ പോലും ഒരു വോളണ്ടിയർ കൂട്ടായ്മ എന്ന നിലയ്ക്ക്, അത് നമുക്കറിയാം അവിടെ ഈ വിജയൊക്കെ ഫാൻസ് അസോസിയേഷനെ ആദ്യം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ പ്രയോജനപ്പെടുത്തിയതെന്നത്, ആ തരത്തിലൊരു വോളണ്ടിയർ കൂട്ടായ്മ ഉണ്ടാക്കുകയും പിന്നീട് അതൊരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റുകയും ചെയ്യുക എന്നൊരു തന്ത്രമാണോ, അതല്ല ബി.ജെ.പിയിൽ സംസ്ഥാന തലത്തിൽ വീണ്ടും മുകളിലേക്ക് വരാനുള്ള, നേരത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു, ആ തരത്തിൽ പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി അണ്ണാമലയിൽ നടത്തുന്ന ഒരു രാഷ്ട്രീയ സമ്മർദ്ദമാണോ ഇപ്പോഴത്തെ നീക്കങ്ങളെന്നും സംശയിക്കുന്നുണ്ട്. രഞ്ജിത്ത്, തീർച്ചയായും അണ്ണാമലയുടെ നീക്കം എന്ത് എന്നത് നിരീക്ഷിക്കുകയാണ് ബി.ജെ.പി നേതൃത്വം എന്നാണ് മനസ്സിലാക്കേണ്ടത്.